ഹലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം പഴംപൊരിയൊക്കെ പൊരിച്ച് ഇന്ന് നമ്മൾ സ്ഥലം വരെ പോവാണ് കേട്ടോ. കൂറ്റനാട് നേർച്ചയ്ക്കാണ്. നേർച്ചയ്ക്കല്ല, നേർച്ചയുടെ തലേ ദിവസം. കൂറ്റനാട് നേർച്ച പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മളെ ആരപ്പാപ്പാനെ കുത്തി കൊന്നില്ല ഒരാന. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിവിടെ ഈ നേർച്ചയ്ക്കായിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ അന്നല്ല പോയത്, തലേ ദിവസമാണ്. അപ്പോൾ പിള്ളേരും അച്ഛനും അമ്മയും ഓട്ടോറിക്ഷയിലും, ഞാനും ഏട്ടനും കുഞ്ഞിച്ചക്കനും കൂടി വണ്ടിയിലും, അതുപോലെ നമ്മളുടെ സുഖവും വിനിതിയും കുഞ്ഞിപ്പെണ്ണും വണ്ടിയിലാട്ടോ പോയത്. അങ്ങനെ ട്രിപ്പല്ല 3 നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി മൊത്തമായിട്ടൊന്ന് അടിച്ച് പൊളിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ചെറിയൊരു എക്സ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നമ്മളുടെ ഈ ഒരു എന്താ പറയുക, മക്കയുടെ ഒരു ചെറിയൊരു മിനിയേച്ചറും, അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുറേ ലിപികളും അത് എഴുതാൻ ഉപയോഗിച്ച കുറേ ടൂൾസും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാതും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസ് ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിണ്ടിയിൽ തന്നെ കുറേ വെറൈറ്റി കിണ്ടികളുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ആ ഒരു ഏരിയയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ ഉപകരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മെല്ലെ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കയറാൻ. പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസ്, പാനിപ്പൂരി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പാനിപ്പൂരി കഴിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ പിള്ളേർ അധികം ഒരു ഐറ്റംസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരാദ്യം ഓട്ടോറിക്ഷയിൽ വന്ന കാര്യം അവർ വേഗം വന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുഞ്ഞിച്ചക്കൻ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കറക്കണ സംഭവത്തിലൊന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു. നാളെ ഇറങ്ങാൻ ഇത്തിരി വാശി പിടിച്ചു. അതുപോലെ തന്നെ നമ്മളെ ഇച്ചാപ്പിയും വാശി പിടിച്ചു. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ബലൂൺ പൊട്ടിക്കുക. ഇത് പൊട്ടിച്ച സമ്മാനവും കാര്യങ്ങളൊന്നുമില്ല, നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മളിതാ പള്ളിയിലേക്ക് വന്നു. പിന്നെ ജാറമൂട് പറയില്ല, അതൊക്കെ ചെയ്തു. നേർച്ചക്കെട്ട് അതിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ തട്ടി അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴേ നേരെ ഓപ്പോസിറ്റായി, കാരണം ഈ ലൈറ്റിംഗ് പരിപാടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞാനങ്ങനെ വരാറില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ട് കയറണം കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു, നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല തട്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണിയിൽ. ഏകദേശം 3 പീസൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ ദേവട്ടിയും പാറട്ടിയൊക്കെ പകുതിയെ കഴിച്ചുള്ളൂ. അവർ പിന്നെ പാനിപ്പൂരി അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവരാദ്യം വന്ന കാരണം അവർ അച്ഛമ്മേനെ നല്ലോണം മുതലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കഴിച്ചതിൻ്റെ കാരണം ബിരിയാണി അധികം കഴിച്ചില്ല. അപ്പോൾ അവരുടെ ബാക്കിയൊക്കെ ഞാനും ഏട്ടനും സുകേഷൊക്കെ കൂടിയിട്ട് കഴിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും വയറ് നിറച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് കേട്ടോ 2 നിലയൊക്കെ ആയിട്ടുള്ള മേലെ ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഇരുന്നു. പിന്നെ താഴെ ഇറങ്ങിയത് അതുപോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടു. ഞങ്ങൾ നേരെ ബൈക്കിനും പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.